wife Jolly Joss. Please welcome to the stage and put your hands together. Today calls for a grand celebration, and it is my distinct pleasure to introduce to you for the very first time today's beautiful 50th wedding anniversary ആഘോഷിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവനിലേക്ക് ഈ ഒരു ഒക്കേഷൻ സെറമണിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. അങ്കിള് വളരെ സ്ലോലി റോസും ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വളരെ സ്ലോലിയാണ് വരുന്നത്. മാലയിട്ട് ഈ ഒരു ഒക്കേഷന് വെൽക്കം ചെയ്യാനായി ഇവിടെ വെൽക്കം ചെയ്തു ഓൾറെഡി മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ പപ്പയുടെയും മമ്മയുടെയും ആൻഡ്രോ കണ്ണമ്പള്ളി ജോസ് കണ്ണമ്പള്ളി ജോസ് സാറിന്റെ ബ്രദറും അദ്ദേഹത്തിന്റെ വൈഫും ചേർന്ന് മാലയിട്ട് ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും വെൽക്കമിങ് അടിപൊളിയായോ? ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറുന്നുള്ളൂ. അടിപൊളിയായോ? ഇഷ്ടമായി? ഓക്കെ. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ വളരെ ഡിസ്റ്റൻസ് ഇട്ടിട്ടല്ല കേട്ടോ. 50th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ കൈ പിടിച്ച് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് കയറാം. ആ പണ്ടത്തെ വർഷമൊക്കെ ഒന്ന് ഓർമ്മ വരും. അന്നത്തെ വിവാഹ ദിവസം കൈ പിടിച്ച് കയറിയിട്ടല്ലേ. അപ്പൊ മതി ഒന്നും ബലത്തില്. ഓക്കെ, റെഡി? അപ്പൊ നന്നായിട്ട് ഫാമിലി ലെവലിൽ രണ്ടുപേരും നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യണം. Put your hands together, come on. Wow, beautiful. അപ്പൊ ഒന്ന് ചേർന്ന് തന്നെ നിങ്ങളൊക്കെ മക്കളും കൊച്ചുമക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ നാണത്താൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ടാണ് അത് എപ്പോഴും നിൽക്കണം. ചേർന്ന് തന്നെ നിൽക്കണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കാണാനുള്ള ഒരു സന്തോഷമാണ്. ഓക്കെ, ഒരു സംശയം ചോദിക്കട്ടെ? അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് വളരെ പ്രാർത്ഥനയും കൂതാശയും വിവാഹ കൂതാശയും അല്ലെ, അപ്പനും അമ്മയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു നാണത്തോടു കൂടിയാണോ ആന്റി പറഞ്ഞത്? ചെറിയൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അന്ന്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോ അതിനേക്കാളും വളരെ ധൈര്യമായിട്ട് മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാണ്ട് ആന്റിനോട് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ച് എന്റെ ചിരിയോടുകൂടി നിൽക്കണേ നോക്കൂ. എത്ര രസമായിട്ട് നിൽക്കണം. അപ്പൊ എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, 50th വെഡിങ് ആനിവേഴ്സറി. ഞങ്ങൾക്കൊക്കെ കൂടാൻ സാധിച്ചൊരു സന്തോഷം. ആൻഡ് പ്ലീസ് ബി സീറ്റഡ്. രണ്ടുപേരും ഒന്ന് ഇരിക്കാം. കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പുരാതനമായ ഒരു ക്രിസ്തീയ കുടുംബമാണ് കണ്ണമ്പള്ളി ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാമിലിയിലെ മിടുക്കനായ ജോസങ്കിളിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഹി ഈസ് ദ സൺ ഓഫ് ആൻ്റണി ആൻഡ് ത്രേസ്യ കുട്ടി. ആൻ്റണി അങ്കിളിൻ്റെയും അതുപോലെ തന്നെ ത്രേസ്യ ആൻറ്റിയുടെയും മകനായിട്ട് സ്മാർട്ടായിട്ട് വളർന്നിട്ടുള്ള ഒരു പുത്രനായിരുന്നു. ആൻഡ് ഹി ഈസ് റിട്ടയർഡ് ഫ്രം ദ എയർഫോഴ്സിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർഡ് ആദ്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. അന്ന് എല്ലാവരും റിട്ടയർഡ് ആകുമ്പോൾ ഇനിയുള്ള കാലം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, റിട്ടയർഡ് ലൈഫ് അല്ലേ എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അടുത്ത സ്റ്റോറി ഇങ്ങനെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സർവ്ഡ് ഇൻ റെയിൽവേസ് ഫോർ 2 years. റെയിൽവേസിൽ അദ്ദേഹം 2 വർഷത്തോളം. ക്ഷമിക്കാനും പൊറുക്കുവാനും മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ആസ്വാദ്യകരമായി കൊണ്ടുപോകാൻ കഴിയും. ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും. ആൻറ്റിക്ക് മൈക്ക് കൊടുക്കണം. ജോ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. ഇവരല്ല ഇന്നത്തെ താരം, അതുകൊണ്ട് ഞാനിങ്ങനെ വലിയതായിട്ട് ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് സിമ്പിളായിട്ട് ഒരു പ്രൊഫൈലും കൂടി ഒന്ന് പറയട്ടെ കേട്ടോ. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വർക്ക്ഡ് ആസ് എ ഫിനാൻസ് മാനേജർ ആൻഡ് GF ഗ്രൂപ്പ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബേക്കറി ആൻഡ് ഒരുപാട് ഇങ്ങനെ ഉണ്ട്. ലൊക്കേറ്റഡ് ഇൻ ദുബായിലുള്ള, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാത്തത്. ആൾ ദുബായിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. കാരണം അദ്ദേഹം ഒരു GF ഗ്രൂപ്പിന്റെ തന്നെ മെയിൻ ഒരു ഫിനാൻസ് മാനേജറായിട്ടാണ് അദ്ദേഹം ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് കറന്റ്ലി വർക്കിംഗ് ആസ് എ ഫിനാൻസ് മാനേജർ അറ്റ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാള. അല്ല, എന്താ പറ്റി? ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തി ഹോളി ഗ്രേസിലേക്ക് ചേർന്നു. എന്തൊക്കെ പറഞ്ഞാലും പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ആവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അപ്പോൾ ആ സ്വപ്നം എന്തായാലും മാറ്റി പിടിച്ചില്ല. നാട്ടിലെത്തി
സെറ്റിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു മകനെയാണ് അവർക്ക്, അല്ലെ, ഇപ്പോഴും അഭിമാനിക്കാം, അല്ലെ, മക്കളൊക്കെ നല്ല രീതിയിൽ എത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. സോ ഇനി അദ്ദേഹത്തിന്റെ എപ്പോഴും ഫേസിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എപ്പോഴും ഒരു ചിരി ഉണ്ടാവും, ഒരു ടെൻഷനൊന്നുമില്ല, അത് വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ കഴിവല്ല, കൂടെ നിൽക്കുന്ന വൈഫിന്റെയാണ്. അപ്പൊ നമ്മൾ കയ്യടികൾ കൊടുത്തുകൊണ്ട് തന്നെ മാമിനെ കുറിച്ച് പറയണം. Lina Jo, she is the wife of Jose and she is from Ankamali and is currently working as a student coordinator in Holy Grace Pharmacy College. അതായത് ഞങ്ങളുടെ അമ്മായിച്ചിൻ്റെ കോളേജിൽ നൈസായിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വെച്ച് കോർഡിനേറ്റർ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പം എന്തായാലും അപ്പച്ചനും അമ്മച്ചിയുടെ ആദ്യത്തെ ഒരു മോളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടപ്പോൾ ഇങ്ങോട്ടൊരു മോളെ ദൈവം കൊടുത്തതാണ്. അപ്പോൾ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും. ഓക്കെ, അങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി. ഇനി അതിലേക്ക് വീണ്ടും ഒരു ഗിഫ്റ്റാണ് കൊച്ചുമക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. മറ്റൊരു മക്കളെയൊക്കെ എപ്പോഴും നോക്കുമ്പോൾ ഇവർ ഈ ടെൻഷനും ജോലി തിരക്കിലൊക്കെ നല്ല വഴക്കും ഇടിയൊക്കെ ഉണ്ടെങ്കിലും കൊച്ചുമക്കൾ ഉണ്ടാവുമ്പോൾ അങ്ങനെയല്ല, അല്ലേ? ആദ്യത്തെ കൊച്ചുമോനല്ലേ? അതെ. അപ്പോൾ ആദ്യത്തെ കൊച്ചുമോനാണ് റയാൻ ജോ. റയാൻ ജോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിടെക് സ്റ്റുഡൻ്റ് ആണ്. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബിടെക്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ പേടിക്കാനൊന്നുമില്ല, മൊത്തം കോളേജും സ്കൂളൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ഉള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് എന്ത് ടെൻഷനൊന്നും ഇല്ല, അല്ലേ? എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട്. എന്ത് സംശയം ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ഡാഡിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പഠിക്കുന്ന കാര്യത്തിലൊക്കെ? എല്ലാം ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേദിയിലേക്ക് ഒരു കുടുംബത്തിനെ കൂടി ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഈ പ്രോഗ്രാമിന് ഒരു മകനും മകളും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അവർ മൊത്തത്തിൽ നമുക്ക് ഫാമിലി നമുക്ക് ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. I would like to welcome Jyoti, Kevin and her handsome husband Mr. Kevin Paul. And ഞാൻ നേരത്തെ പറഞ്ഞ മാലാഖ കുഞ്ഞുങ്ങൾ പിന്നെ വലുതായിട്ടുണ്ട്. Please welcome Shweta Kevin and Ritika Kevin. Please welcome to the stage. Okay. ജ്യോതി എനിക്ക് അറിയില്ലാണോ. അപ്പോൾ എന്നാലും ഇനി അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതി കെവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്തു. കെവിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും അവിടെ ഇപ്പോൾ ആസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണ്, ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ കെവിൻ പോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതിയുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും സപ്പോർട്ടായിട്ടുള്ള ഒരു ഹസ്ബൻഡ് തന്നെ പറയാം. കാരണം ഒരു അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ കാണുന്നതാണ്, എല്ലാവരുടെയും ഫേസിലൊരു ചിരി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ അത്രയും അടിപൊളിയായിരിക്കണം. ഇവിടെ ജ്യോതിയെ ചിരിക്കാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും യങ്ങായിട്ട് ആ ഇത്രയും വലിയ മക്കളുടെ മമ്മിയാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കാണുമ്പോൾ? അത് തോന്നാത്തതൊക്കെ ഉണ്ടെങ്കിൽ കെവിൻ ചേട്ടന് ക്ലാപ്പ് ചെയ്യണം. എന്താ അത്ര സമയം കൊടുക്കുന്നില്ലേ? ഇതൊക്കെ ഒന്ന് നോക്കാനുള്ള ടൈം കൊടുക്കണ്ടേ ഹസ്ബൻഡ്? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സീനിയർ എഞ്ചിനീയറിംഗ് ഡയറക്ടറായിട്ട് ഹൈവൻസിൽ വർക്ക് ചെയ്യുകയാണ് ഹൈദരാബാദിൽ തന്നെ. ഇനി അവരുടെ മക്കളെ കുറിച്ച് പറയണ്ടേ? ഓക്കെ, ശ്വേത കെവിൻ ആക്ച്വലി എന്താ പറയുക 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആൻഡ് ഖൈറക് ഇന്റർനാഷണൽ സ്കൂളിൽ ഹൈദരാബാദിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 7th സ്റ്റാൻഡേർഡിൽ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ചേച്ചിയും അനിയത്തിയും സ്കൂളിങ്ങും ഒക്കെ ആയിട്ട് അങ്ങോട്ട് തകർത്ത് ഇനി അവർ കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ വേറെ ഇടയ്ക്കിലൊക്കെ ഇങ്ങനെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് വേറൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുന്നതിന് പറന്ന് പോവുമായിരിക്കും. എന്തായാലും ആ ഒരു കുഞ്ഞു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ്. ഇനി ഇവരുടെ സ്മോൾ ബ്യൂട്ടിഫുൾ ഫാമിലി ഇവിടെ ഇങ്ങനെ എത്തി. അത് രണ്ട് മക്കളിൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത്